കോഴഞ്ചേരി സെൻറ് തോമസ് മാർത്തോമ കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ജോസഫ് മാർ ബർന്നബാസ് എപ്പിസ്കോപ്പ നടത്തിയ ഗുരുതരമായ അഴിമതിയുടെ അണിയറകളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു പോസ്റ്റ് ബാബുജി മാരാമൺ എഴുതുകയുണ്ടായി. ബഹുമാന്യനായ ബാബുജി മാരാമൻ്റെ പോസ്റ്റ് ഇപ്രകാരമാണ്: സബ്രഗൻ മെത്രാച്ചൻ്റെ മധുര പ്രതികാരം. കോഴഞ്ചേരി ഇടവകക്കാരുടെ കീഴിലുള്ള കോഴഞ്ചേരി കോളേജ് സഭയ്ക്ക് വിട്ടുകൊടുത്തു എന്ന ഒറ്റ കാരണത്താൽ കോഴഞ്ചേരി ഇടവകയിലുള്ള ജനങ്ങളെ മൊത്തം അവഗണിച്ച് കൊണ്ടുള്ള ബർന്നബാസ് മെത്രാച്ചൻ്റെ കോഴഞ്ചേരി കോളേജിലെ പിയൂൺ നിയമനം. പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസ യോഗ്യതയും വേണ്ടാത്ത പിയൂൺ പോസ്റ്റിന് കോഴഞ്ചേരി പള്ളിയിൽ ദീർഘകാലമായി ശുശ്രൂഷകനായി സേവനമനുഷ്ഠിച്ച 2 കിഡ്നിയും പ്രവർത്തനരഹിതമായിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ മകനും ഈ പിയൂൺ തസ്തികയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ അയാളെ പ്രഥമ ഇൻ്റർവ്യൂവിലെടുക്കാതെ കോഴഞ്ചേരിയിൽ നിന്നും അനേകം കിലോമീറ്റർ അകലെയുള്ളവരെ നിയമനം നടത്തിയ ബിഷപ്പിൻ്റെ തീരുമാനം ചില പട്ടക്കാരോടുള്ള വ്യക്തിവൈരാഗ്യമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൽ എന്ത് ക്രിസ്തീയത? പ്രസ്തുത സുവിശേഷകൻ 19 കൊല്ലം രോഗം കാരണം തുടരാൻ കഴിയാത്തതുകൊണ്ട് പെൻഷൻ പോലും കിട്ടില്ല. അവരുടെ ഏക ആശ്രയം ഈ മകൻ്റെ ജോലിയാണ്. എന്നാൽ കോഴഞ്ചേരി പള്ളിയിലെ വികാരിയുടെ റിക്വസ്റ്റും മാനുഷിക പരിഗണനയും കൊണ്ടും ഈ പാവം കുടുംബത്തിൻ്റെ ഏക അത്താണിയായ ആൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞു. എന്നാൽ ഈ പിയൂൺ പോസ്റ്റിന് ചിലർ 2 ലക്ഷം രൂപ ചോദിച്ചുവെന്നും ഒരു കിംവദന്തി കോഴഞ്ചേരി വണ്ടിപ്പേട്ടയിൽ കെട്ടിത്തൂക്കിയതായി കണ്ടുവോ എന്നൊരു സംശയം. പഴയതുപോലെ കണ്ണുപിടിക്കാത്തതുകൊണ്ട് കൂടുതൽ നിജസ്ഥിതി അറിയില്ല. അതുപോലെ നിരണത്തുള്ള ഒരു മാർത്തോമ പള്ളിയിൽ നടന്ന ഒരു പ്രോഗ്രാമിൽ ബർന്നബാസ് മെത്രാച്ചൻ വന്നപ്പോൾ രാജകീയ സിംഹാസന കസേര ഒരുക്കിയില്ലാത്തതിനാൽ ഉള്ള ചുരുക്കമുണ്ടെന്ന് കേൾക്കുന്നു. കൂടാതെ കോഴഞ്ചേരി പള്ളിയിൽ നടന്ന പ്രോഗ്രാമിൽ മർക്കോസിൻ്റെ ഗാനമേളയിൽ ഇദ്ദേഹത്തെ ക്ഷണക്കത്ത് കൊടുത്ത് ക്ഷണിക്കാത്തതിലും അല്പം നീരസമുണ്ട് എന്നും ആണ് പൊതുജന സംസാരം. ഏതായാലും നമ്മുടെ നേതൃത്വത്തിലിരിക്കുന്ന പലരിൽ നിന്നും ഇതുപോലുള്ള പ്രവൃത്തികൾ കാണുമ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ പറയുന്ന സ്നേഹം, ദീർഘക്ഷമ, ശത്രുവിനെ സ്നേഹിക്കുക എന്നൊക്കെ പറയുന്നത് പുൾപിറ്റിൽ നിന്നുള്ള വെറും ജൽപ്പനങ്ങൾ മാത്രമോ എന്നൊരു സംശയം. 1 കൊരിന്ത്യർ 13-ാം അധ്യായം ഒന്നുകൂടി ഇവരൊക്കെ വായിച്ചിരുന്നു എങ്കിൽ എന്ന് ഓർത്തുപോയി. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. 1 കൊരിന്ത്യർ 13-ന്റെ 13-ാം വാക്യം. ഇതിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസത്തിലും പ്രത്യാശയിലും വലുതായ സ്നേഹം എന്താണ്? അതിൻ്റെ ഉത്തരം: സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ഇനിയും 1 കൊരിന്ത്യർ 13-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ സ്നേഹമുള്ളിടത്ത് ദൈവമെന്നാക്കി വായിക്കാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ബാബുജി മാരാമൺ.